ഹായ്, നന്ദികാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നന്ദുട്ടിയുടെ സ്കൂളിൻ്റെ വിശേഷവുമായിട്ട് വന്നിരിക്കുകയാണ്. നന്ദുട്ടിയുടെ സ്കൂളിൻ്റെ വിശേഷം എന്താണെന്നറിയോ? സ്കൂളിന് 100 വർഷം പൂർത്തിയായി. ശതാബ്ദി ആഘോഷിക്കുകയാണ് നന്ദുട്ടിയുടെ സ്കൂൾ കേട്ടോ. നന്ദുട്ടി പഠിക്കുന്നത് വൈക്കം താലൂക്കിലെ ചെമ്മനത്തുകര എന്നൊരു മനോഹരമായ ഗ്രാമത്തിലെ ഒരു സ്കൂളിലാണ്. ഗവൺമെൻറ് UPS ചെമ്മനത്തുകര. അവിടെയാണ് നന്ദുട്ടി ഇപ്പോൾ UKG പഠിക്കുന്നത്. സ്കൂളിൻ്റെ ആഘോഷ പരിപാടികൾ ഒക്ടോബർ 2-നാണ് തുടങ്ങിയത്. അതിന് കൊടി ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെ PTA-കാരും എല്ലാ നാട്ടുകാരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. വളരെ വിജയകരമായി നടത്താനായിട്ട് എല്ലാ അധ്യാപകരും PTA-കാരും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. സ്കൂൾ മൊത്തം ഒരു അലങ്കരിച്ച് നല്ല ഭംഗിയാക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമായിരുന്നു. നന്ദുട്ടിയുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. നന്ദുട്ടി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയാണ് പോന്നിരിക്കുന്നത്. ഉച്ച കഴിഞ്ഞായിരുന്നു ഡാൻസ് പ്രോഗ്രാം. അതിനായിട്ട് അവൾ ഒരുങ്ങി സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഒരുങ്ങി പോയിരിക്കുകയാണ്. അതിന് മുമ്പ് തന്നെ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഓരോരോ ക്ലാസ്സിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദുട്ടിയുടെയൊക്കെ പരിപാടി ആകുന്നതേ ഉള്ളൂ. നന്ദുട്ടി ആദ്യമായിട്ടാണ് സ്കൂളിൽ ഡാൻസ് കളിക്കുന്നത്. ഇതാണ് നന്ദുട്ടിയുടെയൊക്കെ ഡാൻസ്. കുഞ്ഞു കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. ചെറപരാന്ന് ആ പാട്ടിനൊപ്പം കളിക്കുമ്പോഴേക്കും ആർക്കും തെറ്റിക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഭംഗിയായിട്ട് കളിക്കുന്ന എല്ലാവരുടെയും രക്ഷകർത്താക്കൾ അവരുടെ ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവർക്കും എന്തായാലും അതൊക്കെ കാണാനായിട്ട് വലിയ ആഗ്രഹമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ വൈകിട്ട് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നീട് സന്ധ്യയ്ക്ക് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം, അതുപോലെ തന്നെ മ്യൂസിക്കൽ പ്രോഗ്രാം, തിരുവാതിരകളിയൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ രാത്രികാല ദൃശ്യമാണ് നിങ്ങളെ കാണുന്നത്. എത്ര ഭംഗിയായിട്ടാണ് സ്കൂൾ അലങ്കരിച്ചിരിക്കുന്നത് നോക്കൂ. നമുക്ക് ശരിക്കും ഒരു ഉത്സവ പറമ്പിൽ കൂടെ പോകുന്നൊരു പ്രതീതി തന്നെയാണ്. കാരണം ആ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം ഞങ്ങളുടെ സ്കൂളിൽ ശതാബ്ദി ആഘോഷിച്ച് ഇത്രയും ഭംഗിയായിട്ടാണെന്ന്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായിട്ട് ഓരോ ഭാരവാഹികളും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 6-ാം തീയതിയാണ് ഇതിൻ്റെ സമാപന സമ്മേളനം. അതിനായിട്ട് റാലി സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളെ അതിനായിട്ട് അധ്യാപകരും മറ്റ് അംഗങ്ങളുമെല്ലാം വളരെ ഭംഗിയായിട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ആ നാട്ടിലൊരു വൻ ജനാവലി തന്നെ ഈ ഒരു റാലിക്കായിട്ട് എത്തിയിരുന്നു. എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച ഒരു പരിപാടി തന്നെയായിരുന്നു ഇതെന്ന് പറയാം. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു റാലി അന്ന് നടന്നത്. എല്ലാവരും റാലിക്കായി വളരെ തയ്യാറെടുപ്പോടുകൂടിയാണ് വന്നിരുന്നത്. വൈക്കം MLA ശ്രീമതി ആശയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകയായിട്ട് എത്തിയത്. റാലിയുടെ മാറ്റ് കൂട്ടാനായിട്ട് തെയ്യം കെട്ടിയ കലാകാരന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് ചെണ്ടമേളമുണ്ടായിരുന്നു, ഗരുഡൻ കെട്ടിയ കലാകാരനുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് റാലി പോയത്. കാഴ്ചക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടാണ് റാലി മുന്നോട്ട് പോയത്. അമ്മും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ ആ ഒരു നൃത്തം ചെയ്യലൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസം തന്നെയായിരുന്നു അതൊക്കെ. സമാപന സമ്മേളനത്തിൻ്റെ സമയത്ത് എത്താൻ സാധിക്കാത്തതിനാൽ നേരത്തെ തന്നെ കോട്ടയം MP ശ്രീ ഫ്രാൻസിസ് ജോർജ് എത്തുകയും കാര്യപരിപാടികളെക്കുറിച്ച് അന്വേഷിച്ചറിയുകയും ചെയ്തു. അദ്ദേഹത്തിന് തിരക്കുള്ളതുകൊണ്ട് നേരത്തെ തന്നെ പോവുകയും ചെയ്തിരുന്നു. പിന്നീട് നമ്മുടെ വൈക്കം MLA ശ്രീമതി ആശ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും സമാപന സമ്മേളനത്തിന് ശേഷം പിന്നീട് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു പോയ മുൻ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങാണ് ഗുരുവന്ദനം എന്ന ഒരു ചടങ്ങാണ് പിന്നീട് നടത്തുകയുണ്ടായത്. അവിടെ പഠിപ്പിച്ചു പോയ അധ്യാപകരെല്ലാവരും തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു. അവരിൽ കുറച്ച് പേർക്ക് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ സാധിച്ചില്ലെങ്കിലും കഴിവതും കുറേ അധ്യാപകർ അവിടെ എത്തിയിരുന്നു. അവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിനായി എത്തിയത്. അവരെ കാണുമ്പോഴേക്കും വളരെ നമുക്ക് സന്തോഷം തോന്നും. അവർ
അവർക്ക് ആ സ്കൂളിനോടുള്ള സ്നേഹവും നാട്ടുകാരോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ഇരിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സ്നേഹം അവരോട് തോന്നും. അതുപോലെ തന്നെ ഇത്തരം ചടങ്ങുകൾ കുട്ടികളുടെ മനസ്സിൽ അധ്യാപകരെ ബഹുമാനിക്കേണ്ടതിനും അവരെ ആദരിക്കേണ്ടതിൻ്റെ ആയിട്ടുള്ള ഓരോ നല്ല വശങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്താഗതികളൊക്കെ വളർത്തുന്നതിന് ഇത്തരം ചടങ്ങുകളൊക്കെ നമ്മൾ നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുകയുണ്ടായി. അങ്ങനെ ശതാബ്ദി ആഘോഷം വളരെ വിജയകരമായി തന്നെ അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കും. കാരണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അതിന് മാത്രം അവർ ശ്രമിച്ചിട്ടുണ്ട്. അധ്യാപകരാകട്ടെ, കമ്മിറ്റി അംഗങ്ങളാവട്ടെ, PTA, ജനപ്രതിനിധികൾ, ജനങ്ങൾ, ഇവരെല്ലാം ഇതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. വേണ്ട കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്ന് സഹായിക്കുകയൊക്കെ ചെയ്ത എല്ലാവർക്കും ഇതിന് അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ തന്നെ പരിപാടിയുടെ അവസാനം നല്ലൊരു മ്യൂസിക്കൽ ബാൻഡിൻ്റെ രാഹുൽ ഉണ്ണികൃഷ്ണൻ നയിച്ച ഒരു പ്രോഗ്രാമോട് കൂടിയാണ് ഈ ശതാബ്ദി ആഘോഷം സമാപിച്ചത്. നല്ലൊരു ഓർമ്മക്കാലം, ശതാബ്ദിക്കാലം.